വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 23, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കപടനാട്യം. യേശു ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടും അരുൾ ചെയ്തു: നിയമജ്ഞരും ഫരിസേയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിന്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ. നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. അധികാരം യേശുവിന്റെ ദർശനത്തിൽ. യേശു തന്റെ അനുയായികൾ തങ്ങളുടെ ജീവിതത്തിൽ സദാകാലവും കാത്തു പരിപാലിക്കേണ്ട സനാതന സത്യങ്ങളിൽ ഒന്നിനെ സംബന്ധിച്ച് തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. യേശു പറയുന്നു, അനുസരണവും അനുകരണവും രണ്ടും രണ്ടായിട്ട് കാണണം. നിയമാനുസൃതമായിട്ടുള്ള എല്ലാ അധികാരികളെയും തന്റെ അനുയായികൾ അനുസരിക്കാൻ അഭ്യസിക്കണം. കാരണം അടിസ്ഥാനപരമായ യേശുവിന്റെ ദർശനത്തിൽ അധികാരം ദൈവദത്തമാണ്. അധികാരത്തിന്റെ പൂർണ്ണത യഥാർത്ഥത്തിൽ ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൽ നിന്ന് അധികാരം കൈപ്പറ്റിയ വ്യക്തികളാണ് അധികാരികൾ. അതുകൊണ്ട് അധികാരികളെ അനുസരിക്കുമ്പോൾ അധികാരം പൂർണ്ണത കൈകാര്യം ചെയ്യുന്ന ദൈവത്തെ തന്നെ അനുസരിക്കുകയാണ് എന്നുള്ളതാണ് യേശുവിന്റെ കാഴ്ചപ്പാട്. എന്നാൽ എല്ലാ അധികാരികളും ദൈവത്തിൽ നിന്ന് കൈപ്പറ്റുന്ന അധികാരം വേണ്ട വിധത്തിൽ പ്രായോഗിക തലത്തിൽ അത് വിനിമയം ചെയ്യണം എന്നില്ല. ചില വ്യക്തികൾ ദൈവത്തിൽ നിന്ന് കൈമാറി വരുന്ന ആ അധികാരം തങ്ങളുടേതായിട്ടുള്ള പൊങ്ങച്ചത്തിന്റെ പ്രകടനമായിട്ടും സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിനായിട്ടും സ്വന്തം കാര്യങ്ങള് നിലനിർത്താനും സ്വാധീനം നിലനിർത്താനും വേണ്ടിയൊക്കെ വിനിയോഗിക്കപ്പെടുന്നത് നിങ്ങൾ കാണാൻ ഇടവരും. അങ്ങനെയുള്ള അധികാരികളെയും നിങ്ങൾ അനുസരിക്കാൻ പഠിക്കണം. പക്ഷേ യേശു വ്യക്തമാക്കുന്നു, അവരെ അനുകരിക്കരുത്. അവരല്ല നിങ്ങളുടെ മാതൃക. യഥാർത്ഥത്തിൽ ദൈവദത്തമായ അധികാരം കൈപ്പറ്റുന്നവരിൽ നിന്ന് യേശു ഉദ്ദേശിക്കുന്നത് അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ വളരെ ഐക്യ മനോഭാവം ഉണ്ടാകണം. പറയുന്നത് തന്നെ അവർ ചെയ്യാൻ ഇടവരണം. അവരുടെ ജീവിതം തന്നെയായിരിക്കണം അവരുടെ സന്ദേശം. അങ്ങനെ വാക്കും പ്രവർത്തനങ്ങളും തമ്മിൽ ഏതൊരു വ്യക്തിയിലെ സമന്വയം കണ്ടെത്തുന്നുവോ ആ വ്യക്തി അധികാരിയാണെങ്കിൽ അനുസരിക്കുക മാത്രമല്ല അവരെ അനുകരിക്കുക കൂടെ ചെയ്യണമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. ഇങ്ങനെ വാക്കും പ്രവൃത്തികളും തമ്മിൽ 100% ഐക്യമനോഭാവത്തിൽ എത്താൻ ഇടവരുന്ന വ്യക്തിയാണ് ദൈവം. അതുകൊണ്ട് അനുകരണം ദൈവത്തെ വേണം. ദൈവത്തെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല, കാണാൻ സാധിക്കുന്നതുമല്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം മാംസമായിട്ടുള്ള യേശുക്രിസ്തുവിനെയാണ് അനുകരിക്കേണ്ടത് എന്നാണ് അതിന്റെ ധ്വനി. ഇതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് യേശുക്രിസ്തു വ്യക്തമാക്കുന്നത്, ഈ ലോകത്തിൽ നിങ്ങൾക്ക് അധികാരി ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ.
അത് സാക്ഷാൽ ദൈവമാണ്. ദൈവത്തിന്റെ വചനം മാംസമായി ഈ മണ്ണിൽ അവതരിച്ചിട്ടുള്ള യേശുവാണ് നിങ്ങളുടെ നേതാവ്. മറ്റൊരു നേതാവ് നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ആത്യന്തികമായിട്ടുള്ള നേതാവ് യേശുവാണ്. അനുസരിക്കുകയും അനുകരിക്കുകയും ചെയ്യാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി. അതാണ് ഇവിടുത്തെ സന്ദേശം. അധികാരം യഥാർത്ഥത്തിൽ ആധികാരികമാകാൻ ഇടവരുന്നത് തങ്ങൾ കൈപ്പറ്റിയിരിക്കുന്ന അധികാരം ആത്മാർത്ഥമായിട്ടുള്ള ശുശ്രൂഷയിൽ അടിയൂന്നുമ്പോഴാണ് ആ അധികാരം ആധികാരികമാകുക എന്നുള്ളതാണ് യേശുവിന്റെ ദർശനം. അങ്ങനെ ആധികാരികമായിട്ടുള്ള അധികാരത്തിനാണ് അനുകരണം വേണ്ടത്, അവരെയാണ് അനുകരിക്കേണ്ടത്. ഈ ആധികാരികത നേടിയെടുക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ വാക്കും പ്രവർത്തനങ്ങളും ഐക്യമനോഭാവത്തിൽ ജീവിതത്തിൽ പുലർത്താൻ ഇടവരുന്ന വ്യക്തികൾ. അവരുടെ മനോഭാവത്തിൽ ആത്മാർത്ഥതയിലൂന്നിയുള്ള ശുശ്രൂഷ മനോഭാവത്തിനായിരിക്കും വലിയ പ്രാധാന്യം. അതുകൊണ്ട് യേശു തന്നെ വ്യക്തമാക്കുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനാണ്. ആ ശുശ്രൂഷയിലൂടെ നേടിയെടുക്കുന്ന ആധികാരികതയാണ് തന്നെ അനുകരിക്കാൻ വേണ്ടിയുള്ള യോഗ്യത തനിക്കായിട്ട് ലഭിക്കാൻ ഇടവരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ വ്യക്തമായ സന്ദേശം. ഈ മനോഭാവത്തിന്റെ ഭാഗഭാഗിത്വം എന്ന നിലയിൽ ഏത് വ്യക്തിയിലെ ദൈവദത്തമായ അധികാരം ശുശ്രൂഷയിലൂന്നി വാക്കും പ്രവർത്തനങ്ങളും തമ്മിൽ ഏകീ മനോഭാവത്തിൽ കഴിഞ്ഞുകൂടാൻ ഇടവരുന്ന വ്യക്തികൾ അധികാരികളായിട്ടുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും അനുസരിക്കുക മാത്രമല്ല അനുകരിക്കുകയും കൂടെ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് യേശുവിന്റെ നിലപാട്. അതുകൊണ്ട് അനുസരണവും അനുകരണവും രണ്ടും രണ്ടായിട്ട് തന്നെ നാം കാണേണ്ടതുണ്ട്. അധികാരി ചെയ്തത് മുഴുവനും അനുകരിക്കരുത്. അധികാരി ആ അധികാരം വേണ്ട വിധത്തിലാണ് വിനിയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ അധികാരിയെ അനുസരിക്കുക മാത്രമല്ല അനുകരിക്കുകയും കൂടി ചെയ്യണം എന്നുള്ളതാണ് യേശുവിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് എന്ന് അന്നത്തെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ അനുവാചകരെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്നത്തേത് എന്ന് വേണം കരുതാൻ.